രക്തസാക്ഷിത്വങ്ങളുടെയും പോരാട്ടങ്ങളുടെയും മണ്ണ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇടമായ കണ്ണൂർ. പക്ഷേ ഇന്നവിടെ സംഭവിക്കുന്നത് അതൊന്നുമല്ല. നൂറ്റാണ്ട് കാലം പാർട്ടിയെ നെഞ്ചിലേറ്റിയ ഒരു പച്ചയായ മനുഷ്യൻ തന്റെ ജീവൻ രക്ഷിക്കാൻ ഹൈക്കോടതിയുടെ പടിവാതിക്കൽ നിൽക്കുന്നു. വി കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി പുറത്തു കൊണ്ടുവന്നതിന് പാർട്ടി പുറത്താക്കിയവൻ. ഇന്ന് അയാൾക്ക് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങണമെങ്കിൽ പോലീസിന് കാവൽ വേണം. ഇതാണോ സഖാക്കളെ നിങ്ങൾ പറയുന്ന ജനാധിപത്യം? ഇതാണ് പിണറായി വിജയന്റെ നയമെന്ന് ഇന്ന് കേരളം വിളിച്ചു പറയുന്നു. അഴിമതി കണ്ടുപിടിച്ചവനെ പടിയടച്ച് പിണ്ടം വെക്കുക, അഴിമതി നടത്തിയവനെ ചേർത്ത് നിർത്തുക. ഫണ്ട് മുക്കിയവർക്കും വെട്ടിപ്പ് നടത്തിയവർക്കും പാർട്ടി സംരക്ഷണം നൽകുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവർ ഒറ്റുകാരനാകുന്നു. ചോദ്യം ചോദിക്കുന്നവരുടെ നാവരയുകയോ അവരെ പുറത്താക്കുകയോ ചെയ്യുന്ന ശൈലി പാർട്ടിയിൽ നിന്ന് ഇന്ന് ഒരു കീഴടക്കമായി മാറിയിരിക്കുന്നു. കണ്ണൂരിലെ പഴയ ആക്രമണ പരമ്പരകൾ പോലെ തന്നെ ഇപ്പോൾ വാക്കുകൾ കൊണ്ടും ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടും സ്വന്തം അണികളെ തന്നെ വേട്ടയാടുകയാണ് CPM. കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പ്രകടനം നടത്തി ഭീഷണിപ്പെടുത്തുന്നുവെന്ന ആ ശൈലി ഉണ്ടല്ലോ, അത് കണ്ണൂരിലെ ഇരുട്ടിന്റെ രാഷ്ട്രീയമാണ്. TP ചന്ദ്രശേഖരൻ മുതൽ കുഞ്ഞികൃഷ്ണൻ വരെ എത്തുമ്പോൾ പാർട്ടിയുടെ ശത്രുക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവൻ ഇന്ന് സത്യം പറഞ്ഞാൽ അവൻ പാർട്ടി വിരോധിയാകും. സരൺ ശശിയെയും P സന്തോഷിനെയും പോലുള്ള യുവ നേതാക്കൾ പോലും മധുസൂദനന്റെ ഈ അധോലോക രാഷ്ട്രീയത്തിന് ഇരകളാണെന്ന് കുഞ്ഞികൃഷ്ണൻ തുറന്നു പറയുമ്പോൾ പാർട്ടി നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാകൂ. എത്ര കാലം നിങ്ങൾ ഈ അധികാര ഗർവ് കൊണ്ട് സത്യത്തെ മൂടിവെക്കും? ഹൈക്കോടതിയിൽ സംരക്ഷണം തേടി ഒരു സഖാവിന് പോവേണ്ടി വരുന്നത് ആ പാർട്ടിയുടെ പതനത്തിന്റെ ആഴമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവനെ നെഞ്ചോട് ചേർക്കുന്നവർ ഓർക്കുക, ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. സ്വർണ്ണക്കടത്തും ഫണ്ട് വെട്ടിപ്പും ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കിയാൽ തീരുന്നതൊന്നുമല്ല ഈ പാർട്ടിയുടെ ജീർണത. മാത്രമല്ല, പയ്യന്നൂർ MLA TA മധുസൂദനനെതിരെ വി കുഞ്ഞികൃഷ്ണൻ രചിച്ച പുസ്തകത്തിൽ അതിരൂക്ഷ വിമർശനമുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി എന്ന അധ്യായത്തിലാണ് വിമർശനം. പയ്യന്നൂരിലെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് 2007 മധുസൂദനൻ ഏരിയ സെക്രട്ടറി ആയത് മുതലാണെന്നും താനാണ് പയ്യന്നൂരിലെ നേതൃത്വമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മധുസൂദനൻ ശ്രമിച്ചുവെന്നും പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. പാർട്ടിയിൽ ചെറു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്നത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ബൂർഷ രാഷ്ട്രീയ നേതാവാണ് മധുസൂദനൻ. പയ്യന്നൂരിലെ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കി. തനിക്ക് മേലെ ആരും വളരരുത് എന്നായിരുന്നു ചിന്ത എന്നതടക്കം അതിരൂക്ഷ വിമർശനമാണ് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. വിഭാഗീയത തുടങ്ങിയത് അവിടെ നിന്നാണെന്നും എല്ലായ്പ്പോഴും നേതൃത്വം മധുസൂദനനെ രക്ഷിച്ചുവെന്നും പുസ്തകത്തിലൂടെ വിമർശിക്കുന്നുണ്ട്. TA മധുസൂദനൻ സെക്രട്ടറിയായി വരുന്നതിന് മുമ്പ് ആദ്യകാലത്ത് പ്രത്യേകിച്ച് സഖാവ് T ഗോവിന്ദേട്ടന്റെ മരണം വരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പയ്യന്നൂരിലെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. പയ്യന്നൂരിലെ നേതൃത്വം താനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം മധുസൂദനൻ നടത്തുകയുണ്ടായി. അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്താൻ ആശ്രിതരെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായി ചെറു ഗ്രൂപ്പുകൾ പലയിടത്തും ഉണ്ടാക്കി. സഹകരണ സ്ഥാപനങ്ങളിലും മറ്റും തൊഴിലുകൾ നൽകുമ്പോൾ ഇത് താൻ നൽകിയതാണെന്നും അതല്ലാതെ പാർട്ടി അല്ല എന്ന ബോധം വളർത്താൻ ആശ്രിതരെ ഉപയോഗിച്ച് ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഇത്തരം രീതികളെ പാർട്ടിക്കകത്ത് പലപ്പോഴും ചോദ്യം ചെയ്തുവെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിൽ പറയുന്നു, സഖാക്കൾ ശ്രീകൃഷ്ണൻ, B നാരായണൻ എന്നീ പയ്യന്നൂരിലെ നേതൃത്വത്തെ അംഗീകരിക്കാൻ TA മധുസൂദനൻ പലപ്പോഴും തയ്യാറായിരുന്നില്ല. പയ്യന്നൂരിലെ പാർട്ടി തന്നെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് മറിച്ചുണ്ടായത്. ഇത് ഒരു ഭാഗത്ത് ആശ്രിതരെയും മറുഭാഗത്ത് അസംതൃപ്തരെയും സൃഷ്ടിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വിഭാഗീയതയുടെ യഥാർത്ഥ തുടക്കം ഇങ്ങനെയായിരുന്നു. ഒരു ബൂർഷ്വാ രാഷ്ട്രീയ നേതാവിന്റെ ശൈലിയാണ് അയാൾ സ്വീകരിച്ചിരുന്നത് എന്നും പുസ്തകത്തിലൂടെ അദ്ദേഹം വിമർശിച്ചു. നേതൃത്വം എല്ലാ കാലത്തും അയാളെ സംരക്ഷിക്കുകയായിരുന്നു. തനിക്ക് മേലെ വളരാൻ ആരെയും അനുവദിക്കാറില്ലെന്ന് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി P സന്തോഷും TA മധുസൂദനനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? പുറമേ നല്ല ബന്ധമെന്ന് തോന്നാമെങ്കിലും അടുത്തറിയുന്നവർക്കെല്ലാം കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ട്. DYFI ജില്ലാ സെക്രട്ടറി സരൺ ശശിയോടും മധുസൂദനന്റെ മനോഭാവം ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. നേതൃത്വം ഇവരുമായി സംസാരിച്ചു നോക്കൂ, അപ്പോഴറിയാമെന്നും വി കുഞ്ഞികൃഷ്ണൻ പറയുന്നു. പഴയകാല സഖാക്കൾ കാത്തുവെച്ച അച്ചടക്കം മധുസൂദനൻ എന്ന വ്യക്തിയുടെ അഹന്തയ്ക്ക് മുന്നിൽ വഴിമാറി. തനിക്കു മുകളിൽ ആരും വളരരുത് എന്ന വാശിയിൽ പടുത്തുയർത്തിയ ഈ സാമ്രാജ്യത്വത്തിന് പാർട്ടി നേതൃത്വം കുട പിടിച്ചു കൊടുത്തു.